ഹായ് ഗായ്സ്, അസ്സലാമു അലൈക്കും. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നിവിടെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് ഈത്തപ്പഴത്തിൻ്റെ വടയുടെ റെസിപ്പിയാണ് കേട്ടോ. ഈത്തപ്പഴം കൊണ്ട് ഒരു അടിപൊളി സ്നാക്സ്. ഇതിന് പറയൽ ഈത്തപ്പഴ വട എന്നാണ്. ഇതുണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കിയാലോ. വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണണം. സമയം കളയാതെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഒരു 6 ചെറുപഴമാണ് കേട്ടോ ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഒരു വലിയ ടേബിൾ സ്പൂൺ പഞ്ചാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഈത്തപ്പഴം തന്നെയാണ്. ഒരു 20 ഈത്തപ്പഴത്തോളം ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കുരുവൊക്കെ ഒന്ന് റിമൂവ് ചെയ്ത് മാറ്റണം. ഇതും നമുക്കൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് അവലാണ്. അവല് ഒരു 1/4 കപ്പോളമാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പോളം തേങ്ങയും കൂടി എടുത്തിട്ടുണ്ട്. ഇനി എല്ലാം ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കണം. ഇനി ഇതിലേക്ക് ഒരു പിഞ്ചോളം ബേക്കിംഗ് സോഡയാണ് ഇട്ട് കൊടുക്കുന്നത്, അപ്പക്കാരം. ഇനി ഇതിലേക്ക് 1 കപ്പോളം ആട്ടപ്പൊടിയും ഒരു 1/2 കപ്പോളം അരിപ്പൊടിയുമാണ് ചേർത്ത് കൊടുക്കുന്നത്. പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ സൂക്ഷിക്കുക, ഏറിപ്പോവരുത്. ഇനി ഇതെല്ലാം കൂടി കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. പിന്നെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം, ഇതിൽ ഒട്ടും വെള്ളം ചേർക്കാൻ പാടില്ല കേട്ടോ. ആ പഴത്തിൻ്റെ നനവിൽ തന്നെ, പഴത്തിൻ്റെയും ഈത്തപ്പഴത്തിൻ്റെയും നനവിൽ തന്നെ ഇത് നന്നായിട്ടൊന്ന് കുഴഞ്ഞു കിട്ടും. ഈ ഒരു പരുവത്തിലാണ് നമുക്ക് കിട്ടേണ്ടത്. ഇതിപ്പോൾ നന്നായിട്ട് കുഴച്ച് ചാമ്പി വെച്ചതാണ്. ഇനി ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു 20 മിനിറ്റോളം മാറ്റി വെക്കാം. ഈ സമയം കൊണ്ട് എണ്ണയൊന്ന് ചൂടാക്കിയെടുക്കണം. സൺഫ്ലവർ ഓയിലിലാണ് ഇത് പൊരിച്ചെടുക്കാൻ പോകുന്നത്. എണ്ണ ചൂടാകുന്ന സമയത്ത് ആ ഒരു മാവില്ലേ, അത് ഇതുപോലെ ഒരു വടയുടെ ഷേപ്പിൽ ആണ് ആക്കിയെടുത്തിട്ടുള്ളത്. കുഞ്ഞതായിട്ട് ഇതുപോലെ ഷേപ്പാക്കിയെടുത്താൽ മതി. ഇപ്പോൾ എണ്ണ നന്നായി ചൂടായി കഴിഞ്ഞിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഓരോരോ വടകൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. തീ വളരെ കുറച്ച് വെച്ചിട്ട് വേണം കേട്ടോ ചെയ്തെടുക്കാൻ. എന്നിട്ട് ഇതുപോലെ തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഇതിൻ്റെ ഉള്ളൊക്കെ വെന്ത് കിട്ടാൻ കുറച്ച് ടൈം എടുക്കും. അതുകൊണ്ട് തന്നെ തീ വളരെ കുറച്ച് വെച്ചിട്ട് വേണം ചെയ്തെടുക്കാൻ. കാരണം മേൽഭാഗം നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടുകയും ചെയ്യും, ഉള്ളു വേവാതെയും പോവും. അതുകൊണ്ടാണ് തീ കുറച്ച് വെച്ചിട്ട് ചെയ്യണമെന്ന് പറയുന്നത്. കാണുമ്പോൾ ഇത് ഡാർക്ക് കളറായിട്ട് തോന്നുമെങ്കിലും ഇത് ഒട്ടും കയ്പോ അല്ലെങ്കിൽ കരിഞ്ഞതോ ഒന്നും അല്ല കേട്ടോ. മൊരിഞ്ഞത് തന്നെയാണ്. കഴിക്കാനും നല്ല ടേസ്റ്റാണ്. കാണുന്നത് പോലെയല്ല ഇത് കഴിക്കാൻ. ഇത് ഉണ്ടാക്കി കഴിക്കുമ്പോൾ മാത്രമേ നിങ്ങൾക്കിത് മനസ്സിലാവുകയുള്ളൂ. ഇപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഈത്തപ്പഴവടയുടെ റെസിപ്പിയാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തന്നത്. വൈകുന്നേരത്തെ ചായക്കൊപ്പം കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇനി ഇത് ചൂടാറി കഴിഞ്ഞാലും കഴിക്കാനും ടേസ്റ്റ് തന്നെ. 2 ദിവസം വരെ പുറത്തിരുന്നാലും കേടൊന്നും വന്നു പോയില്ല. ചൂടാറിയതിന് ശേഷം ഒരു കുപ്പിയിലിട്ട് വെച്ചാൽ മതി. കഴിക്കാൻ നല്ല ടേസ്റ്റ് തന്നെ. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ആ ഓൾ ബട്ടണും കൂടി നെക്കി കൊടുക്കുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഒപ്പം തന്നെ ലൈക്ക്, ഷെയർ, കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത്. ഇനി എല്ലാവരും ഇതുപോലെ ഈത്തപ്പഴമൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് കുട്ടികൾ സ്കൂളൊക്കെ വിട്ട് വരുമ്പോഴേക്കും ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുത്തു നോക്കൂ. കുട്ടികൾക്കും സന്തോഷമാവും, നമ്മൾക്കും സന്തോഷമാകും. എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. ഇനി ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബായ്.